തീരുമാനത്തിൽ മാറ്റം വേണമെന്നുള്ള തോമസ് കെ തോമസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആണോ? അതെ, ഞാനറിയില്ല. അദ്ദേഹം രാവിലെയും മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അത്തരം കാര്യം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞോട്ടെ. അദ്ദേഹം പറയേണ്ടത് പാർട്ടിയിലാണ്. പാർട്ടി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മാധ്യമങ്ങളോട് പറഞ്ഞതിന് മറുപടി പറയാൻ പറ്റും. പാർട്ടിയിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടിയിൽ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അത് പാർട്ടി പറയുമ്പോഴേ ഞാൻ അറിയുള്ളൂ. പാർട്ടി പറയുമ്പോൾ അതിനനുസരിച്ച് തീരുമാനമായിട്ട് മുമ്പോട്ട് പോകും. മാറിക്കൊടുക്കാൻ തയ്യാറാവും. അല്ല, അതിന് പാർട്ടി പറയുമ്പോൾ അത് പാർട്ടി പറയുന്ന ഗുണമോ ദോഷമോ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പാർട്ടിയിലേ തീരുമാനിക്കുക. ഞാൻ ബലമായി കയറിയിരുന്നതോ ബലമായി എന്നെ ഇറക്കുന്നതോ അല്ലല്ലോ. അങ്ങനെ അതിൻ്റെ അകത്തൊരു പ്രശ്നമില്ലല്ലോ. പാർട്ടി അല്ല, നാളെ ശരത് പവാറിനെ കാണാൻ ഞാനും പോകുന്നുണ്ട്, സംസ്ഥാന പ്രസിഡന്റ് ചാക്കോയും പോകുന്നുണ്ട്. നാളെ ബോംബെ ഒരു മീറ്റിംഗ് ഉണ്ട് 11:30 മണിക്ക്. അതിൽ ഞങ്ങൾ മൂന്നാളും പോകുന്നുണ്ട്. ഇപ്പൊ കാണിക്കുന്ന തോമസ് കെ തോമസ് മാധ്യമങ്ങളോട് ഈ പറയുന്നത് ശരിയായ ഒരു നടപടിയായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അല്ല, പറഞ്ഞതായി നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ പറയുന്നു. വാർത്ത ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ വാർത്ത കണ്ടില്ല. കുറച്ച് ദിവസമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ചാനലുകളിലെല്ലാം ഉണ്ട്. അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട് കാര്യങ്ങൾ. അല്ല, അദ്ദേഹം പറയേണ്ട സ്ഥലത്ത് പറയും. അല്ല, ചിലപ്പോൾ അദ്ദേഹം പ്രസിഡന്റിനോട് പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ ഒരു ഇപ്പം അങ്ങനെ ഒരു തർക്കം നമ്മൾ തമ്മിലില്ല. നാളെ ഈ ശരത് പവാർ വിളിച്ച യോഗം ഈ ഒരു വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണോ എന്നെനിക്ക് തോന്നുന്നില്ല. പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് ദേശീയ തലത്തിലുള്ള നേതൃയോഗം കൂടുമ്പോൾ അതിന്റെ അദ്ദേഹം എന്തൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ എങ്ങനെയാ പറയാ? ഇതൊരു പ്രധാന പ്രശ്നമല്ലേ പാർട്ടിക്കകത്ത്? ഈ മന്ത്രിസഭ ഒരു MLA തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിലാണ് താങ്കൾ പറയുന്നത്. പക്ഷെ മാധ്യമങ്ങൾ അല്ല, അത് പാർട്ടി പ്രസിഡന്റ് നോക്കൂ. അത് നോക്കേണ്ട ആള് ഞാനല്ല. പക്ഷെ ഞാൻ പറയാം, എനിക്കറിയില്ല. അങ്ങനെ ഒരു വിഷയം സംബന്ധിച്ച് എനിക്ക് യാതൊരു വിവരവുമില്ല. എനിക്കിങ്ങനെ ഒരു വിഷയം അറിയില്ല. ഇനി അങ്ങനെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ ബാധിക്കും? അല്ല, പാർട്ടിക്ക് ഗുണകരമായ തീരുമാനമേ പാർട്ടി എടുക്കുള്ളൂ. പാർട്ടിക്ക് ദോഷം വരുത്തുന്ന ഏത് തീരുമാനം പാർട്ടി എടുക്കുക? അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടാ? പാർട്ടിക്ക് ദോഷം വരും എന്നൊരു തീരുമാനം ഞങ്ങൾ എടുത്തു വന്നിട്ട് സന്തോഷിക്കുമോ പാർട്ടി? അല്ല, ഇതിലിപ്പോ MLA മാറണമെന്നൊരു ആവശ്യം പറയുന്നു. താങ്കളടക്കമുള്ളവർ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല, ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പൊ രണ്ടഭിപ്രായമാണല്ലോ. ഒരു രണ്ടഭിപ്രായമില്ല. അപ്പൊ അത് എനിക്കങ്ങനെ ഒരു എന്തെങ്കിലും താല്പര്യം ഞാൻ എന്റെ പാർട്ടി പ്രസിഡന്റിനോട് പറയും. പാർട്ടി പ്രസിഡന്റ് ഞാനോ? എനിക്കറിയില്ല. നേരത്തെ പാർട്ടി PC ചാക്കോയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നില്ലെന്ന്. ഒരു പ്രശ്നമില്ലെങ്കിൽ, ഒരു ആശയക്കുഴപ്പം ഇല്ലെങ്കിൽ ഒരു തീരുമാനം പറയുന്നു. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ ആശയക്കുഴപ്പമാണല്ലോ. അല്ലല്ല, ഞാൻ ആദ്യം നിങ്ങൾ ഈ ചോദിച്ചാൽ ഒന്നുമില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നിങ്ങളല്ലേ തുടരുമോ എന്ന ചോദ്യത്തിന് PC ചാക്കോ പറഞ്ഞു അതെങ്ങനെ 5 വർഷം ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എങ്ങനെയാ പറയുന്നത്? അതൊക്കെ ഹൈപ്പത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ അനാരോഗ്യകരമായ ഒരു ചർച്ചയും നടക്കുന്നില്ല. ആരോഗ്യകരമായി ഇപ്പം നമ്മൾ ചർച്ച നടത്തുന്ന വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്, അത് പാർട്ടി ഓരോ പഞ്ചായത്തിലും എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് പാർട്ടിയുടെ 140 അസംബ്ലി മണ്ഡലങ്ങളിലെ പ്രസിഡന്റുമാരുടെ യോഗമാണ്. ആ യോഗത്തിൽ അതാണ് ആ അജണ്ടയെ വെച്ചിട്ടാണ് ഇന്ന് യോഗം വിളിച്ചിരിക്കുന്നത്. പാർട്ടി ചർച്ച നടന്നിട്ടില്ല. പാർട്ടി ചിഹ്നത്തിൽ ജയിച്ച ഒരു MLA എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ കണ്ട് താനാണ് അടുത്ത മന്ത്രി എന്ന് പറയുക എന്ന് പറഞ്ഞതായിട്ട് ആര് പറഞ്ഞു? അദ്ദേഹം തന്നെ ആവർത്തിച്ചു. മുഖ്യമന്ത്രിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹം തന്നെ ആവർത്തിച്ചു പറയുന്നു. മുഖ്യമന്ത്രി പറഞ്ഞില്ല, നിങ്ങളുടെ MLA തന്നെ ആവർത്തിച്ചു പറയുന്നു. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ട്വിസ്റ്റ് ചെയ്തല്ലേ? മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്ന് ആദ്യം പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ മാറ്റി പറയാം. നമ്മൾ ഈ സാങ്കല്പിക ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം കിട്ടുമെന്ന് ദയവായി ധരിക്കണ്ട. കാരണം ഞങ്ങളുടെ പാർട്ടിയിൽ പല വിഷയങ്ങളും എല്ലാ പാർട്ടികളിലും ഉള്ളതുപോലെ പല വിഷയങ്ങളും തുറന്ന് ചർച്ച ചെയ്യും. ആ തുറന്ന് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണോ പാർട്ടിക്കും മുന്നണിക്കും ഗുണകരമായിട്ടുള്ളത് ആ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന പാരമ്പര്യമാണ് 1980 മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞങ്ങൾ സ്വീകരിച്ചു പോന്നിട്ടുള്ള നിലപാട്. ആ നിലപാടിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യവും പാർട്ടിക്കുള്ളിലോ പുറത്തോ ഇല്ല. ഇന്നത്തെ യോഗത്തിൽ ഇന്നത്തെ യോഗം ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ യോഗം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാനുള്ള യോഗമാണ്. അതെല്ലാം തെറ്റായ വാർത്തയാണ്. അല്ല, എന്തിനാ ഇപ്പൊ നിങ്ങളോടത് പറയുന്നത്? എന്നോട് പാർട്ടി ചോദിച്ചാൽ പാർട്ടിയോട് ഉത്തരം പറയേണ്ട കാര്യം നിങ്ങൾ മാധ്യമങ്ങളോട് പറയാം. അല്ല, കരാറുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. എനിക്കറിയാത്ത കാര്യവും അല്ല, പാർട്ടി പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യേണ്ടി വരുമല്ലേ? അതൊന്നൊരു ചോദ്യമാണ്. പാർട്ടി തീരുമാനത്തിന് വിധേയമായി, പക്ഷെ പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പം എല്ലാ വശങ്ങളും ആലോചിച്ച് ആയിരിക്കും. എനിക്ക് പിടിയേ ഇല്ല, എന്നിട്ടല്ലേ പിന്നെ വാശി. ഈ മന്ത്രിസ്ഥാന ചർച്ചകൾക്കപ്പുറം സംസ്ഥാന നേതൃമാറ്റ ചർച്ചകൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഞാൻ പറയില്ല, ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പം നടക്കുന്ന ചർച്ച വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കുറച്ചധികം അംഗങ്ങളെ ഉണ്ടാക്കണം.
ആ അംഗങ്ങളെ ഉണ്ടാക്കാൻ പാർട്ടി യന്ത്രം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന ചർച്ച മാത്രമേ കഴിഞ്ഞ 3 മാസമായി നടക്കുന്നുള്ളൂ. ഇന്ന് മാത്രമല്ല, അത് വിവിധ തലങ്ങളിലാണ്. ഒന്ന്, മേഖലാടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ യോഗം കൂടി. 2, സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടി. 3, ഇന്ന് ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ യോഗം കൂടുന്നു. ഇനി അടുത്ത ദിവസം തന്നെ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള പാർട്ടിയുടെ പ്രസിഡന്റുമാരുടെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1000-ഓളം ആളുകൾ വരും. അവരുടെ യോഗം ഇനി പെട്ടെന്ന് ഇന്ന് തീരുമാനിക്കും. അടുത്ത യോഗം എന്നാണ് ആ യോഗം തീരുമാനിക്കും. അല്ലാതെ ഞങ്ങളുടെ തലയിൽ വേറെ ഒന്നുമില്ല. അപ്പൊ ഇല്ലാത്ത വിളിപ്പിച്ചതല്ല, മീറ്റിംഗിന് ക്ഷണിച്ചതാണ്. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് എന്നെ വിളിച്ചിട്ടില്ലെന്നാണ്. മീറ്റിംഗ് ഉണ്ടെന്നാണ് ഞാൻ അറിയാം. മീറ്റിംഗിൽ വിളിച്ചാൽ അദ്ദേഹം വരും, ഞാനും പോകും. മിനിസ്റ്റർ തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തിന് യോഗ്യനാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹമല്ല, NCPയിലെ എല്ലാ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഏത് പദവി സഹിക്കാനും അർഹതയുള്ളവരാണ്. അതിന് മാത്രം ശേഷിയും അനുഭവസമ്പത്തുള്ളവരാണ്. അങ്ങനെയുള്ള പാർട്ടി പ്രവർത്തകർ, കാരണം 10, 40, 45 കൊല്ലം വളരെ ചെറിയ, താരതമ്യേന ചെറിയ പാർട്ടിയായിട്ടും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തകന്മാരാണ്. അവർക്ക് പാർട്ടിക്ക് പോറലില്ലാതെ പ്രവർത്തിക്കാനുള്ള എല്ലാ അനുഭവ സമ്പത്തുള്ളവരാണ്. എല്ലാവരും യോഗ്യരാണ്. അല്ല മന്ത്രിസ്ഥാനം ചർച്ച ചെയ്യുമ്പോഴല്ലേ ആ വിഷയം വരുന്നത്. ഞങ്ങളെ പാർട്ടിയിൽ ഏത് സ്ഥാനത്ത് വഹിക്കാനും അർഹരായ ആളുകളായുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി എന്നല്ല, അങ്ങനെ തന്നെ പാർട്ടിയുടെ തീരുമാനമല്ലേ. അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഇതെന്താ വ്യക്തിനിഷ്ഠമാണോ? ഞങ്ങളെ ആരെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണോ ഇത്? ഒരു അഭിപ്രായ വ്യത്യാസം ചോദിക്കും. പാർട്ടിയിൽ തന്നെ പാർട്ടിയിലെ പ്രവർത്തകരും അതായത് പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും പല ആളുകളും ഞങ്ങളോട് പറയുന്നത് ഇതൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു, മിനിസ്റ്ററും. എനിക്കറിയില്ല അത്രയും എനിക്ക് പറയാൻ പറ്റും.